ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഡാനി കാർവാൽ എന്ന റയൽ മാഡ്രിഡിൻ്റെ പ്ലെയർക്കുണ്ടായ ACL ഇഞ്ചുറിയുടെ വീഡിയോ ആണ്. പൊതുവായിട്ടുള്ളൊരു ധാരണ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇഞ്ചുറിയിൽ അല്ലെങ്കിൽ ഓക്വേർഡ്ലി നമ്മളൊരു ഫുൾ ബോഡി വെയിറ്റോട് കൂടി ഒരു കാലിൽ ലാൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ACL ഇഞ്ചുറി ഉണ്ടാവുന്നത്. ഡാനി കാർവാലിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ലോവർ തൈയിലുണ്ടായ ഒരു ഡയറക്റ്റ് ട്രോമ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ACL ഇഞ്ചുറി ഉണ്ടായത്. മെക്കാനിസം ഓഫ് ഇഞ്ചുറി എന്ത് തന്നെയാണെങ്കിലും ഇത്തരം ACL ഇഞ്ചുറികൾ അല്ലെങ്കിൽ വേറെ ഏത് ഇൻട്രാർട്ടിക്കുലർ ലിഗമെന്റ് ഇഞ്ചുറീസ് ആണെങ്കിലും ഓപ്പറേഷൻ വഴിയാണ് അത്ലീറ്റ്സിലും സാധാരണ ആൾക്കാരിലും കോമൺലി മാനേജ് ചെയ്യുന്നത്. ഡാനി കാർവാലിനെ പോലുള്ള ഒരു ഹൈ എൻഡ് അത്ലീറ്റിന് ഇതുപോലൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാനായിട്ട് സാധാരണഗതിയിലുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് എന്തായാലും ഒരു 3 മാസം മതിയാവും. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഹൈ എൻഡ് അത്ലറ്റിക് ആക്ടിവിറ്റി, അതായത് ആക്റ്റീവ് ഫുട്ബോൾ കളിക്കാനായിട്ട് എങ്ങനെയായാലും ഒരു 8 മാസം സമയമെങ്കിലും വേണ്ടിവരും. പഴയ പെർഫോമൻസിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ ACL മാത്രമാണോ ഇഞ്ചേർഡ് ആയിട്ടുള്ളത്, അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി പരിക്കുകൾ എന്തൊക്കെയാണ്, കാർട്ടിലേജ് ഡാമേജ് ഉണ്ടോ, മെനിസ്കസിന് എന്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാമേജ് ആണോ ഉണ്ടായിട്ടുള്ളത്, കൊളാറ്ററൽ ലിഗമെന്റ്സിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇതൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ ഭൂരിഭാഗം അത്ലീറ്റ്സും ACL ഇഞ്ചുറി കഴിഞ്ഞ് സാമാന്യം ഭേദപ്പെട്ട ഒരു റിക്കവറി കൈവരിക്കാറുണ്ട്. കോംപ്ലക്സ് ഇഞ്ചുറി പാറ്റേൺസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്കവറി പലപ്പോഴും സാധ്യമാകാതെ വരുന്നു. ചില അത്ലീറ്റ്സിനെങ്കിലും വെരി അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും കരിയർ എൻഡിലേക്ക് അല്ലെങ്കിൽ കരിയർ ലോസിലേക്ക് നയിക്കുന്ന ഒരു ഇഞ്ചുറി പാറ്റേണും പലപ്പോഴും കാണാറുണ്ട്.